കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി 22ാം ദിനത്തിൽ നടന്ന പൊതുയോഗം ഡോക്ടർ സജീവ് നായർ ഉദ്ഘാടനം ചെയ്തു. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 42ഓളം അവാർഡുകൾ സാറിന് വാങ്ങുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, അവാർഡെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ അവാർഡ് വാങ്ങുന്നതോടൊപ്പം തന്നെ കലയെ ഏറെ സ്നേഹിക്കുകയും കലയ്ക്ക് വേണ്ടി സാറിൻ്റെ ജോലി സമയത്തിന് ഉപരി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ഒട്ടനവധി മേഖലകളിൽ സാറിന് വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മഹത് വ്യക്തിയെ നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ സംബന്ധിക്കുവാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടേക്ക് എത്തുകയും നമ്മളെല്ലാം പറയുന്നതിന് മുൻപ് തന്നെ ഈ വേദിയിൽ എത്തുകയും നമ്മോടൊപ്പം നമ്മുടെ പരിപാടിയിൽ സംബന്ധിക്കാനും എത്തിച്ചേർന്ന വിശിഷ്ട ഡോക്ടർ സജീവ് നായർ. ബാലവേദിയുടെ പ്രവർത്തക ഗീതുദാസ് സ്വാഗതം ആശംസിച്ചു. ആദരണീയനായ യോഗാധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനീയരെ, വായനാക്കളരിയിൽ പങ്കെടുക്കാനെത്തിയ ബാലവേദിയിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമുദ്രതീരത്തെ പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ മഹത്തായ 25ാം ദിവസത്തെ പരിപാടികളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് അധ്യക്ഷനും സമുദ്ര ലൈബ്രറിയുടെ ചെയർമാനും പ്രസിഡൻറ്റുമായ റുവൽ സിംഗ് സാറാണ്. അദ്ദേഹത്തെ സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സജീവ് നായർ സാറാണ്. അദ്ദേഹം തിരുവനന്തപുരം റെസിഡൻസിയിലെ റൊട്ടേറിയൻ ISTC തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ വൈസ് ചെയർമാൻ, മുംബൈ റിലയൻസ് ഇൻഡസ്ട്രിയൽ സീനിയർ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളതും നിലവിൽ ഗ്ലോബൽ കൺസൾട്ടിംഗ് കോർപ്പറേഷൻ CEO-യും മാനേജിംഗ് ഡയറക്ടറുമായി പ്രവർത്തിക്കുന്നു. കൂടാതെ അദ്ദേഹം സമകാലീന കലാരൂപങ്ങളിലും നാടകത്തിലും താല്പര്യമുള്ളതും അവ സംവിധാനം ചെയ്യുക, അഭിനയിക്കുക, നിർമ്മിക്കുക എന്നീ നിലകളിലും പ്രസിദ്ധമായിരിക്കുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കുന്നത് ലൈബ്രറി സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ സാറിനാണ്. സാറിനെ ലൈബ്രറിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വായനാക്കളയിൽ പങ്കെടുക്കാനെത്തിയ എൻ്റെ ബാലവേദി സുഹൃത്തുക്കളെയും സമുദ്രതീരം കൂട്ടുകുടുംബത്തിലെ അച്ഛനമ്മമാരെയും മറ്റു പ്രവർത്തകരെയും ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് ഡോക്ടർ സജീവ് നായർ കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ആര്യ എന്നാണ് മോളുടെ പേര്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? പ്ലസ് ടുവിന് ആണ് പഠിക്കുന്നത്. ഏതാണ് ഏറ്റവും എളുപ്പമുള്ള വിഷയം? മലയാളമാണ് ഏറ്റവും എളുപ്പമുള്ള വിഷയവും ഏറ്റവും ഇഷ്ടമുള്ള വിഷയവും മലയാളമാണ്. വീണ്ടും കൈയടി കൊടുക്കുക പ്ലീസ്. വെറുതെ ഇരിക്കണ്ട, കൈയടിക്കണം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. മോൾ ഏത് പാട്ടാണ് ഇന്ന് പാടാൻ പോകുന്നത്? ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പോവാനമായി, നിൻ രാഗമോ പോവാനമായി, നിൻ മുന്നിൽ നീർ പുലർക്കന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. അതിമനോഹരമായിട്ട് പാടി, അതുപോലെ തന്നെ അതിമനോഹരമായിട്ട് നൃത്തവും ചെയ്തു. വലിയൊരു കയ്യടി രണ്ടുപേർക്കും ഇത് മുഴുവനും. ശ്രീരാഗമോ എന്ന് ആരോ ഒരാൾ കാണിക്കുന്ന എനിക്ക് വ്യത്യാസമായിട്ട് തോന്നി. രാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? പാട്ട് അല്ലേ? രാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശ്രീരാഗം എന്ന് പറഞ്ഞത്, ശ്രീരാഗം എന്നൊരു ഗാനത്തിൻ്റെ
ഒരു പിന്നെ രാഗം തന്നെയാണ് ശ്രീരാഗം എന്ന് പറയുന്നത്. ശ്രീരാഗമോ അടുത്തെന്താണ്? ശ്രീരാഗമോ തേടുന്നു ഈ വീണതൻ. അതിനെ നമ്മൾ വളരെ കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകണം കേട്ടോ. ശ്രീരാഗമോ, ശ്രീരാഗം എങ്ങനെയാണ്? ഒരു രാഗം എന്ന് രാഗത്തിൻ്റെ പേരാണ്. തേടുന്നു എന്നെങ്ങനെ കാണിക്കാൻ പറ്റും ഒരാൾക്ക്? അഭിനയത്തിൽ കൂടെ കാണിക്കാൻ പറ്റും. എങ്ങനെയാണ്? ആരാണ് അഭിനയം? ഇവിടെ അഭിനയ കുലപതികൾ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. ആരാണ് അഭിനയ കുലപതി? അതാവുന്നു. വേറെ അഭിനയ കുലപതി. കൈയടി പ്ലീസ്. അഭിനയ കുലപതിയാണ്. എങ്ങനെ തേടുന്നത്? എങ്ങനെയാണ്? ആഹാ, അതെങ്ങനെ തേടുന്ന? ഇങ്ങനെ നടന്നു പോയാൽ മതിയോ തേടുന്നാവൂലേ? ഓക്കെ. ശ്രീരാഗം തേടുന്നു എങ്ങനെയെല്ലാം കാണിക്കാമെന്നറിയാമോ? സാധാരണ നാട്യശാസ്ത്രത്തിലാണെങ്കിലും ശരി, അതുപോലെ നാടകത്തിലാണെങ്കിലും ശരി, വേറെ ആൾക്ക് കാണിക്കാം. നമ്മൾ സിനിമയിലാണെങ്കിലും ശരി, ഒരാളെ തേടുന്നു എന്നുള്ളത് എങ്ങനെ കാണിക്കാം? അത് നല്ലൊരു കാര്യമാണ്, നല്ലൊരു സബ്ജക്റ്റാണ്. എങ്ങനെയാണ് തേടുന്നത്? ആർക്ക് പറയാം? ആർക്കെങ്കിലും പെട്ടെന്ന് കാണിക്കാമോ? തേടുന്നു ആർക്ക് കാണിക്കാം? നോക്ക് കാണിക്കാമോ? അത് ഒളിച്ചിരിക്കണമെങ്കിൽ നേരെ വരൂ. എന്ത് പറയുന്നു? തേടുന്നു. ഇതാരാ? തേടുന്നു. ഞാനിങ്ങനെ തേടുന്നു. എന്നെ ഞാൻ നോക്കി നടക്കുകയാണ്. ഇത് എവിടെയാണ്? തേടുന്നു. അതാവാം. പിന്നെ നൃത്തത്തിലൂടെ എങ്ങനെയാണ് തേടുന്നു എന്ന് കാണിക്കുന്നത്? വെരി ഗുഡ്. കാണിക്കൂ. കയ്യടി. ഒരാൾ തേടിയത് എങ്ങനെയാണെന്നറിയാം? 1. ആരൊക്കെ ഇരിക്കുന്നു ഇവിടെ? നിങ്ങളൊക്കെ ഇരിക്കുകയാണല്ലേ? തേടുന്നു. കൈയടിക്കുക പ്ലീസ്. കൊള്ളാം. അടുത്തെന്താണ്? ഈ വീണതൻ. വീണയെ കാണിക്കുന്നത് എങ്ങനെയാണ്? നീ കാണിക്കുന്നത് ഗിത്താറാണ്, അത് വയലിനാണ്. വീണ എങ്ങനെ ആർക്ക് കാണിക്കാം? കാണിക്കൂ. വീണ അത് ഗിറ്റാറാണ്. ഇപ്പോഴും ഞാൻ തന്നെ കാണിക്കേണ്ടി വരുമെന്നു. ഞാൻ കാണിക്കണോ? വേണ്ട. കാണിക്കണോ? അയ്യോ, എന്താ ഈ അങ്കിള് എന്നെ കാണിക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ശ്രീരാഗവും വീണയും. എന്താ പറയൂ? കൈയടിക്കുമോ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ? ശരി. ഇപ്പോഴും ശ്രീരാഗവും വീണയും ഞാൻ കാണിക്കാൻ വേണം. നോക്കിക്കോളൂ, ഒന്ന് കാണിക്കൂ. ശ്രീരാഗം പാടൂ. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിൽ. ശിവപ്രിയ നമുക്കെല്ലാവർക്കും വേണ്ടി നല്ല മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, മോഹമുന്തിരി, ആ പാട്ടാണ് പാടാൻ പോകുന്നത്. അങ്ങനെ അത് പാടുന്ന സമയത്ത് അടിച്ചുപൊളി ഡാൻസേഴ്സ് ഇവിടെ നിൽക്കുകയാണ്. എല്ലാവരും അടിച്ചു പൊളിക്കും. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൽ ശലഭം വരവായി, അടടപയ്യ അഴകിനയ്യ ഉടലിലൊന്നായി ഒഴുകാൻ ഒരു കുറിവാ. തൊട്ടു നിന്ന് മുട്ടി വന്ന മുത്തമിട്ടതാരാണേ, കണ്ണെറിഞ്ഞു കാത്തു കനിക്കട്ടെടുത്ത കള്ളക്കാമുകനെ. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും മധുരവീഞ്ഞിൽ ശലഭം വരവായി, അടടപയ്യ അഴകിനയ്യ ഉടലിലൊന്നായി ഒഴുകാൻ കുറിവായി. തൊട്ടു നിന്ന് മുട്ടി വന്ന മുത്തമിട്ടതാരാണേ, കണ്ണെറിഞ്ഞു കാത്തു കനിക്കട്ടെടുത്ത കള്ളക്കാമുകനെ. അങ്ങനെ ശിവപ്രിയ അടിച്ച് പൊളിച്ച് പാടി കേട്ടോ. വളരെ നന്നായിരുന്നു. നല്ല ശബ്ദം, നല്ല ഈണം. അതുപോലെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പല ആൾക്കാരും
ദൈവമേ, ബാക്കിൽ നിന്ന് കളിച്ചവരാരെല്ലാമെന്നറിയാം? അതിൽ കുറേ മോഹൻലാലുമാരുണ്ട്, കുറേ മമ്മൂട്ടിമാരുണ്ട്, അതുപോലെ തന്നെ കുറേ ശോഭനമാരുണ്ട്, കുറേ പിന്നെ ആരാണ് ഇഷ്ടമുള്ള നടികളാരാണ്? എന്താണ് ഇഷ്ടമുള്ള നടി ആരാന്നോ ഞാനാണോന്ന് ചോദിക്കുകയാണ്. ഞാനാണോ ഇത്? അതെ, ശോഭന, ആഹാ, മഞ്ജു വാര്യർ, അങ്ങനെ നിങ്ങളെല്ലാവരും ഓരോരുത്തരും വളരെ ഗംഭീരമായിട്ട് ആ പാട്ട് പാടി ഡാൻസ് ചെയ്തു. വലിയൊരു കൈയടി പ്ലീസ്. അനാമിക ആൻഡ് സിത്താര ഇവരെന്ത് ചെയ്യാൻ പോകണമെന്നറിയാമോ? രണ്ടുപേരും അഭിനയിച്ച് താർക്കാൻ പോവാണ്. മഞ്ജു വാര്യർ പോലെയോ അല്ലെങ്കിൽ ശോഭനയെ പോലെയൊക്കെ അഭിനയിക്കാൻ പോകണം നിങ്ങൾ. ഇനി അഭിനയിക്കുന്നത് എന്താണെന്നറിയാമോ? എന്താണ് ഒരു സബ്ജക്റ്റ് ഞാൻ തരാണ് നിങ്ങൾക്ക്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് രണ്ടുപേരും സ്കൂളിൽ പോകുന്നു. രണ്ടുപേരും സ്കൂളിൽ പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്നറിയാമോ? എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ ആരോ ഒരാൾ കണ്ട് ഉപദ്രവിക്കാൻ വേണ്ടി വരെയാണ്. ഉപദ്രവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് നോക്കുകയാണ്. ചിലപ്പോൾ സ്കൂളിലെ ടീച്ചറാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും. സ്കൂളിലെ ടീച്ചർ ആരും അങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കില്ല, പേടിക്കണ്ട. വേറെ ആരോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരാൾ ദേഷ്യപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പേടിച്ചോടും. അപ്പോൾ ആരാണ് സ്കൂൾ ടീച്ചർ ആവാൻ പറ്റും ഇതിൽ? നീ സ്കൂൾ ടീച്ചർ, ഇത് സ്റ്റുഡൻറ്റ്. സ്കൂൾ ടീച്ചർ എന്തെങ്കിലും നീ എന്തു പറയും? നീ ലേറ്റായിട്ട്, നീ എന്തിനാ ലേറ്റായിട്ട് എന്നും വരുന്നേ? എന്നും ലേറ്റായിട്ട് എന്തിനാണ് എന്നും വരുന്നത് നീ ചോദിക്കാൻ. അപ്പോൾ നീ എന്ത് പറയും? അല്ല, അത് വേണ്ട. വഴിയിൽ വെച്ചല്ല, വീട്ടിൽ നിന്ന് വന്നപ്പോൾ കുറേ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് അതുകൊണ്ട് താമസിച്ചു പോയി. ഇനി ഞാൻ ഇതുപോലെ വരില്ല, താമസിച്ചു, നേരത്തെ വരാം. ഹലോ ഹലോ, കേൾക്കൂ. എന്താ നീ ലേറ്റ് ആയിട്ട് വന്നത്? അവർക്കെല്ലാം കാണണം. എന്താ നീ ലേറ്റ് ആയിട്ട് വന്നത്? വഴിയിൽ വെച്ച് വഴിയിൽ വെച്ചല്ല, വീട്ടിൽ നിന്ന് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു ടീച്ചർ. നോക്കിക്കോളേ, എന്തു നല്ല ടീച്ചറാണ്. എന്താ നീ ലേറ്റായിട്ട് വന്നത്? ചിരിച്ചുകൊണ്ടാണ് പറയണത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയാം? എനിക്ക് കുറേ ജോലി ഉണ്ടായിരുന്നു ടീച്ചർ. അതെങ്ങനെയാണ് പറയും? അപ്പോൾ ടീച്ചർ ഇങ്ങനെയാണോ പറയുന്നത്? ടീച്ചർ കുറച്ച് ദേഷ്യപ്പെട്ടല്ലേ പറയുന്നത്? കുറച്ച് ദേഷ്യം വേണം. നാട്യശാസ്ത്രത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് രൗദ്രവും അല്ലെങ്കിൽ വീരരസമൊക്കെ. ആ ടീച്ചർ വളരെ ദേഷ്യത്തോട് എന്താണ് നീ താമസിച്ചു വന്നത്? എങ്ങനെ പറയും? പറയും. എന്താണ് നീ താമസിച്ചു വന്നത്? ടീച്ചർ, അത് വീട്ടിൽ കുറേ ജോലി ഉണ്ടായിരുന്നു. ടീച്ചർ വളരെ ശരിക്കും ജോലി ഉണ്ടായിരുന്നു, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെങ്ങനെയാണ് പറയുന്നത്? ടീച്ചർ, എനിക്ക് കുറേ ജോലി ഉണ്ടായിരുന്നു, ഇന്ന് താമസിച്ചു പോയി, നാളെ മുതൽ ഞാൻ കറക്റ്റായിട്ട് വരാൻ ടീച്ചർ, ഒരു ദിവസം എനിക്കൊന്ന് അങ്ങനെയാണ് പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞു നോക്കുന്നു. കുറച്ച് ചിരിക്കൊന്നും വേണ്ട, കുറച്ച് പേടിയുണ്ട്. ടീച്ചറല്ലേ, പറയും. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു, നാളെ തൊട്ട് ഞാൻ നേരത്തെ വരാം. കൈയടി കൊടുക്കുക പ്ലീസ്. വെരി ഗുഡ്. ഇംപ്രൂവൈസ്. ശരി, പോയിക്കോ, ക്ലാസ്സിൽ പോയിക്കോ. ശരി, ക്ലാസ്സിൽ പോക്കോ. അങ്ങനെയല്ല ടീച്ചർ പറഞ്ഞേ. ശരി, ക്ലാസ്സിൽ പോക്കോ, നാളെ മുതൽ കൃത്യമായിട്ട് വരണം കേട്ടോ. പോയിക്കോ. ഹലോ, വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോഴെല്ലാവർക്കും അറിയാമെന്നുള്ളത്, നിങ്ങളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന്. അതുപോലെ തന്നെ മുട്ടായികൾ ആൾക്കാർക്ക് കൊടുക്കുക, അത് കൊടുത്തിട്ട് അത് ഇഷ്ടപ്പെട്ടത് കഴിക്കുക. അത് ആരും വീട്ടിൽ നിന്ന് എപ്പോഴും പറയില്ലേ? വീട്ടിൽ നിന്ന് എപ്പോഴും പറയില്ലേ? ആര് തരണം മുട്ടായി ഒന്നും വാങ്ങിക്കരുത്, കഴിക്കരുത് എന്നൊക്കെ പറയില്ലേ? അല്ലേ? അതാണ് ഇവിടെ സബ്ജക്റ്റ്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. സുധീഷ്ണ, ഇന്ന് ഒരു മുട്ടായി എൻ്റെ ഫ്രണ്ട് തന്നതാ. വേണ്ട. എന്നാ വാങ്ങിക്കൂ. യെസ്, ബിഗ് റൗണ്ട് ഓഫ് അപ്ലാസ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മളുടെ ഈ ഇപ്പോഴും നടക്കുന്ന ലോകം, വെളിയിൽ സ്കൂളിലൊക്കെ നിങ്ങൾ കേട്ടിരിക്കും, ധാരാളം നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ ആരെങ്കിലും ഒരു മിഠായി തന്നിട്ട് ആ മിഠായിയിൽ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തലകറക്കം ഉണ്ടാവുമെന്നൊന്നും അറിഞ്ഞുകൂടാത്ത സ്ട്രേഞ്ചേഴ്സ് തരുന്ന മിഠായികളൊന്നും വെറുതെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല.
അതാണ് എൻ്റെ ഒരു മെസ്സേജ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം, നമുക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ തരുന്ന ഫോഴ്സ് ചെയ്ത് ബലപ്രയോഗത്തിൽ കൂടെ തരുന്ന മിഠായികളോ ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. ഇവിടെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനോട് ചോദിക്കുകയാണ്, നിനക്ക് ആരാവാൻ ഇഷ്ടം, എന്തിനാണ് നീ പഠിക്കുന്നത്, ഏതൊക്കെയാണ് സബ്ജക്റ്റ് ഇഷ്ടം എന്ന് ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്ന ഒരു വിദ്യാർത്ഥിനി, നിനക്ക് വലുതാവാൻ എന്തിനാണ് ഇഷ്ടം? എനിക്ക് വലുതാകുമ്പോൾ പഠിച്ച് പോലീസ് ആവാനാണ് ഇഷ്ടം. പോലീസ് ആവണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ നീ പഠിക്കണം. പോലീസ് ആണെങ്കിൽ നീ എന്തൊക്കെ നിയമങ്ങൾ അറിഞ്ഞേക്കണം? ആൾക്കാരെ ബഹുമാനിക്കാനും ആൾക്കാരെ സ്നേഹിക്കാനും പഠിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പോലീസ് ആവാൻ വേണമെങ്കിൽ എന്താവണമെന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞത് ആൾക്കാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും. പഴയ കാലം പോലെ ഒരാൾ പോലീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മീശയൊക്കെ മുറുക്കിയിട്ട് അയാളെ തലയിൽ അടിക്കാൻ വേണ്ടിയല്ല നോക്കുന്നത്. പോലീസുകാരുടെ ഒബീഡിയൻ്റ് ആയിരിക്കണം കേട്ടോ, വളരെ ഒബീഡിയൻ്റ് ആയിരിക്കണം, പൊളൈറ്റ് ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം. POLICE പോലീസല്ലേ? പി എന്നുള്ള എന്താണെന്നറിയാം? പി മീൻസ് പൊളൈറ്റ്. പൊളൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബഹുമാനം വേണമെന്നുള്ളതാണ്. O എന്നുള്ള എന്താണെന്നറിയാം? O സ്റ്റാൻഡ്സ് ഫോർ ഒബീഡിയൻസ്. അനുസരണ വേണം. അനുസരണം നമുക്ക് അയാൾക്ക് മാത്രമല്ല മറ്റുള്ളവരെ അനുസരിപ്പിക്കാനുള്ള ഒരു മനസ്സ് വേണം. L എന്നുള്ള ലോയലായിരിക്കണം. ലോയൽ മീൻസ് അവർ പറയുന്ന കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയുള്ള കഴിവ് വേണം. I എന്നുള്ള ഇൻ്റലിജൻറ്റ്. I മീൻസ് ഇൻ്റലിജൻറ്റ് എന്താണ്? ബുദ്ധി വേണം, ബുദ്ധി കേട്ടോ. C എന്നുള്ള ക്യാപ്പബിൾ, കഴിവ് വേണം കേട്ടോ. E എന്നുള്ളത് എഫിഷ്യൻ്റ് ആയിരിക്കണം, എഫിഷ്യൻറ്റ്. അപ്പോൾ പൊളൈറ്റ് ആയിരിക്കണം, ഒബീഡിയൻ്റ് ആയിരിക്കണം, ലോയൽ ആയിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം, കേപ്പബിൾ ആയിരിക്കണം, അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആയിരിക്കണം. ഇതൊക്കെ ആകണമെങ്കിൽ എന്താവണം? നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അതുപോലെ ഇവിടെ നിൽക്കുന്ന അവരെല്ലാം നല്ല കുസൃതികളാണ്. അവരെല്ലാം നല്ല ഭംഗിയായിട്ട് പഠിച്ച് ഇതുപോലെ പോലീസല്ല, നമുക്ക് ലോകത്തിൻ്റെ നിയന്ത്രിക്കുന്ന വലിയ വലിയ ലീഡേഴ്സ് ആകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. കൈയടി പ്ലീസ് എല്ലാവർക്കും. ഹലോ, ഇവിടെ ഒരു ചേച്ചിയും അനിയനും തമ്മിലുള്ള ഒരു ബന്ധം വീട്ടിലെപ്പോഴും നമുക്ക് വീട്ടിൽ കാണുന്നതും അതുപോലെ തന്നെ സ്കൂളിൽ പോയാലും കാണുന്നത്, അവരുടെ ബന്ധം, റിലേഷൻ എന്നുള്ളത് വളരെ കെയറിങ് ആയിട്ടുള്ള നേച്ചർ. കെയറിങ് നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോക്കുക, അനിയൻ ചേച്ചിയെയും പരസ്പരം വളരെ കെയർ ചെയ്യുക എന്നുള്ളതാണ്, സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പറയും അനിയ, നമുക്ക് വൈകിട്ട് ഒന്നിച്ച് വീട്ടിൽ പോകണം. അതിന് നീ സൈഡിലുള്ള ആലിൻ്റെ ചോട്ടിൽ കാണണം. ശരി ചേച്ചി. ക്ലാസ് കഴിഞ്ഞ് ആലിൻ്റെ ചുവട്ടിൽ വരാം. ആലിൻ്റെ ചുവട്ടിൽ വരാം. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. നമുക്ക് ഒന്നിച്ചു പോകാം. ദാറ്റ് മീൻസ്, കൈയടി പ്ലീസ്, രണ്ടുപേർക്ക് നല്ല കൈയടി കൊടുക്കുക. അതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാറുള്ളത്, ഇതൊരു അനിയനും ഇതൊരു ചേച്ചി എന്ന് പറയുന്ന മിക്കവാറും ഉള്ളവരെല്ലാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സായിട്ട് സ്കൂളിൽ കണ്ടുക. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും നമ്മൾ പഠിക്കണം, ഇല്ലേ? പരസ്പരം ഇഷ്ടം വേണ്ടേ? എപ്പോഴും ഇടി മാത്രം മതിയോ? അടിയും ബഹളവും അന്ന് മാത്രമല്ല, അതെല്ലാം വേണം എന്തായാലും. ഓക്കെ, അപ്പോൾ അതാണ് വേണ്ടത്. ഓക്കെ, താങ്ക് യു. കൈയടി പ്ലീസ്. ഹലോ, ഇദ്ദേഹം മാത്സ് ടീച്ചർ നിൽക്കുകയാണ് കേട്ടോ, കണക്ക് സാറ്. മാത്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർ മാത്സിലെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിക്കുന്ന ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യനാണ്. അതിന് മറുപടി പറയും പുള്ളി. പറയൂ. 20 മുതൽ 50 വരെ എണ്ണം. 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50.
20 മുതൽ ബാക്കിലോട്ടാണ് ബാക്കിലോട്ട് 20 മുതൽ ബാക്കിലോട്ടിടാം. 19, 18, 17, 16, 15, 14, 13, 12, 11, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. എന്തായാലും നല്ല അധ്യാപകൻ ജീവിതത്തിൽ വളരെ ഭാരതരത്നം അവാർഡ് വാങ്ങിക്കുന്ന ഒരു അധ്യാപകനായിട്ട് തന്നെ മോൻ മാറണം. അതുപോലെ തന്നെ നീ പഠിച്ചു മിടുക്കനായി ലോകത്തിനെ നീ നിയന്ത്രിക്കുന്ന ഒരു ആർമി ചീഫായിട്ട് തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇവർ രണ്ടുപേരും ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ആരോഗ്യമാണ് ധനം. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് ശരീരത്തിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും എന്താ ചെയ്യുന്നു? ഇരുന്ന് എണീക്കുന്നു. എത്ര പ്രാവശ്യം വരെ എണീക്കുന്നു എന്നുള്ളത് 1. ഓരോരുത്തരും ഇരിക്കുന്ന സമയത്ത് എണ്ണുക. 1, 2, 3. സ്റ്റാർട്ട്. 1. കൈ രണ്ടും എണീക്കോ? എണ്ണീക്കോളൂ. 1, 2. പതുക്കെ 2. എണീക്കൂ. പറയണ്ട, ഇരുന്നോളൂ. വീണ്ടും കുറച്ച്. 5, 6. ഫുൾ ഇരിക്കൂ. 22. നടക്കട്ടെ. കൈയടി പ്ലീസ്. ഗുഡ്. ഇത് രണ്ടും നമ്മൾ എന്ത് കാണിച്ചെന്നറിയാതെ വളരെ പ്രധാനം. നിനക്ക് വേദന ഉണ്ടായതല്ലേ? കുറച്ച് വേദന ഉണ്ടോ? ഇല്ലല്ലോ, വേദനയൊന്നുമില്ലല്ലോ. ഇല്ല. ഈ രണ്ടും ഈ ചെറിയ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് എല്ലാവർക്കും, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, രാവിലെ ആണെങ്കിലും ശരി വൈകുന്നേരമാണെങ്കിലും ഏതെങ്കിലും ഇതുപോലെയുള്ള ഏതൊരു എക്സസൈസും മനുഷ്യന് ആവശ്യമാണ്. നമുക്കെല്ലാം ആവശ്യമാണോ ഇല്ലേ? യെസ് ഓർ നോ? യെസ്. വൈ? എന്താണ് എൻ്റെ ആവശ്യം? എന്താണ്? ശരീരത്തിന് നല്ലതാണ് വ്യായാമം. തടി കുറയ്ക്കാൻ പറ്റും. ഹലോ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് ധനം എന്ന് പഠിച്ചിട്ടില്ലേ? ആരോഗ്യമാണ് നമുക്ക് വേണ്ടത്. അല്ല കുറേ കാശല്ല വേണ്ടത്, ആരോഗ്യമാണ് വേണ്ടത്. ആരോഗ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ എക്സസൈസ് ചെയ്യണം. അതിന് ധാരാളം ഇങ്ങനെയുള്ള ഓട്ടവും ചാട്ടവും ഡാൻസും പാട്ടും നല്ലതാണ്. മനസ്സിന് സന്തോഷം കിട്ടുന്ന തരത്തിലുള്ള ഏതൊരു പ്രവൃത്തിയും മനുഷ്യന് ആവശ്യമാണ്, അല്ലേ? അതാണ് പറയുന്ന ആരോഗ്യമാണ് ധനം. അതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇഷ്ടമുള്ള സ്പോർട്സ് എന്താണ്? ഫുട്ബോൾ. കൈയടി പ്ലീസ്. ഫുട്ബോൾ പുള്ളിക്ക് ഇഷ്ടമുള്ള നല്ല ഇതാണ് ഫുട്ബോൾ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് എന്താണ്? ഹൈ ജമ്പ് ഇഷ്ടമാണ്. കൈയടി പ്ലീസ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാവിധമായിട്ടുള്ള എക്സസൈസും എല്ലാം വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ആണോ ഇല്ലേ? യെസ് ആർ നോ? ഉറച്ച് പറയൂ. ഉറച്ച്. വെരി ഗുഡ്, എക്സലൻറ്റ്. ആർക്കെങ്കിലും ഒരാൾക്ക് വന്ന് കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ അടുത്ത് പറയാമോ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ കാജലസ്. ഞാൻ ഇനി 5ാം ക്ലാസ്സിലോട്ട് പഠിക്കുന്നത്. വലുതാവുമ്പോൾ വലിയ വലിയ ജോലി നേടാനായിട്ട്. കൈയടി കൊടുക്കുക. വലിയ വലിയ ജോലി കിട്ടാൻ ആണ് പഠിക്കുന്നതെന്നാണ് ഈ മോള് പറയുന്നത്. ഇനി വേറെ ആർക്ക് പറയാം? ഒരാൾക്കൂടെ വരാം. വരൂ. കൈ ഇങ്ങനെ നീട്ടിയാൽ പോരാ, വരണം. ഒരാളൂടെ വരിക. എൻ്റെ പേര് സുമിത്ര. അറിവ് നേടാനാണ് പഠിക്കുന്നത്, അല്ലേ? കൈയടി പ്ലീസ്. അവിടെ പതുക്കെ. വളരെ നല്ല കാര്യം. എല്ലാവരും ഇവിടെ ഇരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക.
നമ്മൾ സ്കൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് എവിടെയാണ് പോകുന്നത്? ആർക്കറിയാം? ആർക്ക് പറയാം? സ്കൂൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10th ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് 12th ക്ലാസ്സിലാവും, 11th-ലാവും, 12th-ലാവും. 12th കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ കോളേജിലാവും. കോളേജിലേക്ക് പോകുമ്പോൾ ചിലപ്പം BA-യോ BSc-യോ അല്ലെങ്കിൽ BTech-ഓ എൻജിനീയറിങ്ങോ മെഡിസിനോ അതിലേക്ക് പോവും. അത് കഴിഞ്ഞും പഠിക്കാനുണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞും പഠിക്കാനുണ്ട്, PhD ഒക്കെ ഉണ്ട്. ഈ അങ്കിൾ അതെല്ലാം കഴിഞ്ഞു കേട്ടോ, PhD-യും കഴിഞ്ഞു, അതിനപ്പുറം കഴിഞ്ഞു. പക്ഷേ എന്തിനാണ് നിങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. 2-3 ആൾക്കാർ, 2-3 സ്റ്റുഡൻസ്, കൊച്ചു കുട്ടികൾ പറഞ്ഞു അറിവ് നേടാനാണെന്ന് പറഞ്ഞു. അതിന് ഇംഗ്ലീഷിൽ ആർക്ക് എന്ത് പറയാം? ഈ അറിവിന് ഒരു ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. എന്താണ്? നോളജ്. അറിവിൻ്റെ ഇംഗ്ലീഷിനെ പറയുന്നതാണ് നോളജ് കേട്ടോ. മറക്കരുതേ, ഒരിക്കലും മറക്കാത്ത കാര്യമാണ്. മറക്കുമോ? ഈ നോളജ്, അതായത് അറിവ് എവിടുന്നെല്ലാമാണ് നമുക്ക് കിട്ടുന്നത്? ആർക്ക് പറയാം? സ്കൂളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, സ്കൂളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, അധ്യാപകരിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്. അപ്പോൾ അതുപോലെ തന്നെ വീട്ടിൽ നിന്നും. അത് പറഞ്ഞില്ല. വീട്ടിൽ നിന്നും. കൈയടി പ്ലീസ്. സ്കൂളിൽ നിന്ന് അറിവ് നേടുന്നു, അധ്യാപകരിൽ നിന്ന് അറിവ് നേടുന്ന കാര്യം പറഞ്ഞു, കോളേജിൽ നിന്ന് അറിവ് നേടുന്നു, അതുപോലെ തന്നെ കൂട്ടുകാരിൽ നിന്നും അറിവ് നേടുന്നു, സമൂഹത്തിൽ നിന്നും അറിവ് നേടുന്നു, പുസ്തകങ്ങളിൽ നിന്ന് അറിവ് നേടുന്നു, ബുക്കുകളിൽ നിന്നും അറിവ് നേടുന്നു, ന്യൂസ് പേപ്പറിൽ നിന്ന് അറിവ് നേടുന്നു, ഏറ്റവും പ്രധാനമായിട്ട് വീട്ടിൽ നിന്നും അറിവ് നേടുന്നു. നമ്മൾ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തരുന്നില്ലേ? അച്ഛനും അമ്മയും ഗുരുക്കന്മാരും ഒക്കെ പറയുന്നതെല്ലാം അറിവ് നേടുകയാണ്. അതാണ് അറിവ്, അതാണ് നോളജ്. ഇപ്പോൾ ഒന്ന് ആരും മറക്കാത്ത ഒരു കാര്യമാണ് അറിവ്. മറക്കുമോ? ഒരിക്കലും മറക്കരുത്. നോളജ് ഈസ് പവർ അല്ലേ? നോളജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോളജ്. അടുത്ത രണ്ടാമത്തെ ഒരു കാര്യമാണ് ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. ഹലോ, ശ്രദ്ധിക്കുക പ്ലീസ്, നിശബ്ദം. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ഒന്ന് നോളജ് പറഞ്ഞു, രണ്ടാമത്തെ എന്താണ്? എന്തായിരിക്കും? നോളജ്, അറിവിൻ്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തേനെയാണ് നമ്മൾ പ്രവൃത്തി, ജോലി ചെയ്യാനുള്ള അറിവ്. പ്രവൃത്തിയെ അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്. ആർക്ക് പറയാം? ആർക്കെങ്കിലും പറയാമോ? ജോലി ചെയ്യാനുള്ള ഒരു കഴിവ്. അല്ലെങ്കിൽ നിങ്ങളിതാ വന്ന് പാടി, ഇവിടെ വന്ന് പാടി, നൃത്തം ചെയ്തു, അതൊക്കെ ഓരോ പ്രവൃത്തിയിലുള്ള കഴിവുകളാണ്. അതിന് ഇംഗ്ലീഷിൽ പറയുന്ന സ്കിൽ എന്ന് പറയും. എന്താണ്? സ്കിൽ. നോളജ്, അറിവ്. സ്കിൽ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, അതായത് അറിവ് അല്ലെങ്കിൽ ബുദ്ധി അല്ലെങ്കിൽ നമുക്കത് പ്രവൃത്തി പ്രായോഗികമായി കാണിക്കാനുള്ള കഴിവിനെയാണ് സ്കിൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നോളജ് ആവശ്യമാണ്, സ്കില്ലും ആവശ്യമാണ്. 2 നോളജ്, സ്കിൽ. നോളജും സ്കില്ലും മാത്രം പോരാ, ഒരു കാര്യം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയാമോ? വളരെ പ്രധാനമാണ്. അങ്കിൾ ഇപ്പോഴും പറയുന്ന കാര്യം, ഈ നോളജും സ്കില്ലും എന്ന് പറയുന്നത് പോലെ ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായിട്ടൊരു കാര്യമുണ്ട്. ഈ പറയുന്നത് ഞാനിപ്പോഴും പറയുന്ന സ്കൂൾ മാത്രമല്ല, എനിക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എപ്പോഴും മനസ്സിലാക്കാനുള്ള കാര്യം. ഇനി അത് കഴിഞ്ഞ് ഇനി നമ്മൾ വയസ്സായി റിട്ടയർ ചെയ്ത് ലാസ്റ്റ് ആയാലും അറിയാനുള്ള കാര്യമാണ് ഈ 3 കാര്യം. നോളജ്, സ്കിൽ, അതായത് നോളജ് എന്ന് പറഞ്ഞാൽ അറിവ്, സ്കിൽ എന്ന് പറയുന്ന പ്രവൃത്തി ചെയ്യാനുള്ള ഒരു കഴിവ്, സ്കിൽ. മൂന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ബിഹേവിയർ, സ്വഭാവം. എന്താണ്? ബിഹേവിയർ, സ്വഭാവം. നോളജ്, അറിവ്, സ്കിൽ എന്ന് പറയുന്ന പ്രവൃത്തി പരിചയം എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിൽ. മൂന്നാമത്തെ എന്താണ്? ബിഹേവിയർ. എന്താണ് ബിഹേവിയറിൻ്റെ മലയാളം? സ്വഭാവം. ഈ നോളജും സ്കില്ലും ബിഹേവിയറും ഉള്ള ഒരാളിനെയാണ് നമ്മൾ ഒരു പേര് പറയാറുണ്ട്. മാനേജ്മെൻറ്റിലൊരു വാക്കുണ്ട് അതിന്. അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് വളരെ കേപ്പബിളായിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ കോമ്പിറ്റൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ?
എല്ലാം അറിയാവുന്നുള്ള ഒരാൾ, അല്ലെങ്കിൽ അത് പ്രവൃത്തി പരിചയം മാത്രമല്ല, നോളജുണ്ട്, സ്കില്ലുണ്ട്, ബിഹേവിയറുണ്ട്, ഈ മൂന്നും കൂടെ ഉള്ളതാണ് കോമ്പീറ്റൻറ്റ്. അപ്പോൾ കോമ്പീറ്റൻറ്റ് ആയിട്ടുള്ള ഒരാൾ, ഒരു വിദ്യാർത്ഥിനിയാണ് മാനേജ്മെൻറ്റിന് ആവശ്യം. നിങ്ങൾ പറഞ്ഞില്ലേ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ എനിക്ക് പഠിച്ച് മിടുക്കരായി ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു അല്ലേ? പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ സ്കൂളിൽ പോകണം, BA ആവണം, MA ആവണം, PhD എടുക്കണം, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ വേണം, MBAക്ക് പോകണം, അത് വേണം, ഇത് വേണം, എല്ലാം പറഞ്ഞു. എൻജിനീയർ ആവണം, അല്ലെങ്കിൽ മെഡിസിന് പോകണം. പക്ഷേ പോകുമ്പോൾ, ജോലിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ജോലിയിലിരിക്കുന്ന നിങ്ങളെ എടുക്കുന്ന ആൾ, എംപ്ലോയർ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിലുണ്ടോ എന്ന് നോക്കുന്ന കാര്യമാണ് ഈ 3 കാര്യം. ഏതെല്ലാം പറയൂ, ഒന്ന് പറയൂ. ഫസ്റ്റ് എന്താണ്? ഉറച്ചു പറയൂ. നോളജ്. ഒന്നുകൂടെ. അറിവ്. നോളജ് മീൻസ് അറിവ്. രണ്ടാമത്തെ എന്താണ്? സ്കിൽ. സ്കിൽ എന്ന് പറയുന്നത് പരിചയം, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവ്. 3 ബിഹേവിയർ. ബിഹേവിയർ എന്നുള്ളത് മനുഷ്യൻ്റെ സ്വഭാവം. 3 ബിഹേവിയർ. ബെസ്റ്റ് എക്സാമ്പിൾ ഈ നോളജും സ്കില്ലിൻ്റെയും കൂടെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആർക്ക് പറയാമോ? പാട്ടറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് അവർ പറയും, എനിക്ക് പാട്ടറിയാം, എനിക്ക് മോഹനരാഗം അറിയാം, കാപ്പി രാഗം അറിയാം, ശ്രീരാഗം അറിയാം, കേദാരഗൗള അറിയാം, ഇങ്ങനെ പറയും. പക്ഷേ ഒന്ന് പാടി കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതാണ് സ്കില്ലെന്ന് പറയുന്നത്. മനസ്സിലായോ? സ്കില്ലെന്ന് പറയുന്നത് നോളജ് തമ്മിലുള്ള വ്യത്യാസമാണ്. ഭംഗിയായിട്ട് പറയും കേട്ടോ, പക്ഷേ പറയാൻ, പ്രവൃത്തി ചെയ്യാനുള്ള കഴിവില്ല. ചിലവർ ഈ നോളജും അറിയാം, സ്കില്ലും അറിയാം, മിടുക്കരാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരാളുടെ പറയാണ്, നോളജും സ്കില്ലും അറിയാമെന്നുള്ള ഒരാളുടെ പറയാണ്, ഇപ്പോഴൊന്ന് പാടുമോ? എനിക്കൊന്നും സമയമൊന്നുമില്ല, ഞാൻ അതാ പോകണു. അതെന്താണ്? സ്വഭാവം. മനസ്സിലായോ? സ്വഭാവം. അപ്പോൾ 3 കാര്യങ്ങൾ ഏതെല്ലാം മറക്കരുതേ? ജീവിതത്തിൽ ഇപ്പോഴല്ല, ജീവിതത്തിൽ നിങ്ങൾ പഠിച്ച് മിടുക്കരായി ഇനി PhD എടുത്ത് നിങ്ങൾ എവിടെയെല്ലാം പോയാലും ഈ 3 കാര്യം വേണം. ഇതാണ് നിങ്ങളെ ഒരു ജോലിയിൽ കയറണമെന്ന് പറഞ്ഞില്ലേ, ജോലിയിലേക്ക് പോകണം എന്ന് പറയുമ്പോൾ അവർ നോക്കുന്ന കാര്യങ്ങളാണ്. 1 നോളജ്, 2 സ്കിൽ, 3 ബിഹേവിയർ. ഉറച്ചു പറയൂ. വീണ്ടും സ്വഭാവം. അപ്പോൾ നിങ്ങളുടെ സ്വഭാവമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, ലോകത്തിലുള്ള വലിയ യൂണിവേഴ്സിറ്റി, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ശരി, അമേരിക്കയിലോ ലണ്ടനിലോ എവിടെയെങ്കിലും പോയി പഠിച്ചു കഴിഞ്ഞ് വന്നാലും ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങളെ ഇൻ്റർവ്യൂവിന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവർ നോക്കുന്ന ആദ്യത്തെ കാര്യം നിങ്ങളുടെ ഗോൾഡ് മെഡൽ അല്ല, നിങ്ങൾക്ക് 100 മാർക്ക് കിട്ടിയതല്ല നോക്കുന്നത്. നിങ്ങൾക്ക് നോക്കുന്നത് നിങ്ങൾ ഏത് തരക്കാരനാണ് എന്നുള്ളതാണ്. അതാണ് ബിഹേവിയർ. അത് നോക്കിയതിന് ശേഷം മാത്രമേ സാധാരണ നോളജും സ്കില്ലും ചെക്ക് ചെയ്യുള്ളൂ. ഇന്നത്തെ ഈ ദിവസം സാർ നല്ലൊരു ക്ലാസ്സാണ് എടുത്തത്. നോളജ്, സ്കിൽ, ബിഹേവിയർ ഇതൊക്കെ അറിയാത്ത പലരും, ഞാനും ഉണ്ടായിരുന്നു, അതൊക്കെ മനസ്സിലാക്കി തന്നു സാറ്. പിന്നെ ഓരോ കുട്ടികളും ഇവിടെ വന്ന് അഭിനയിച്ചു, പാട്ട് പാടി. അതിനെയാണ് മാനേജ്മെൻറ്റിൽ ഒരു വാക്കുണ്ട്, എൻഗേജ്മെൻറ്റ്. നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം. നിങ്ങളെല്ലാവരും ഇവിടെ വരിക, നിങ്ങളിവിടെ ഒന്ന് പാടുക, നൃത്തം ചെയ്യുക, ക്ലാസിക്കൽ അഭിനയം, അതൊക്കെ അത്ര ഇതായിട്ട് കാണിക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ചെയ്തു. കയ്യടി പ്ലീസ്. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബുക്കിഷ് നോളജ്, അതായത് ബുക്ക് മാത്രം പഠിച്ചിരിക്കാതെ ബുക്കിലുള്ള കാര്യവും അതുപോലെ സാമൂഹികമായിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടും കലാവാസനയും നിങ്ങൾ വളർത്തിയെടുക്കുക. അതാണ് എൻ്റെ പ്രധാനമായ കാര്യം. ഓക്കെ. വിരസത ഒട്ടും അനുഭവപ്പെട്ടില്ല. ഞാനിവിടെ ആദ്യം തൊട്ട് ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. ഇവിടെ നിന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് തോന്നിയത്. ഇന്ന് ഇവിടുത്തെ സാറിൻ്റെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. എനിക്ക് ഇത് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. നോളജ്, സ്കിൽ, ബിഹേവിയർ സംഭവം എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിന്ന് വലിയൊരു അറിവാണ്. ഇനി ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്ന വലിയൊരു അറിവായിരുന്നു. അത് പറഞ്ഞു തന്നതിന് സാറിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. വെരി ഗുഡ്. പേരെന്തുവാ? ഇത്രയും സമയമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച മോള് ഇപ്പോൾ ചോദിച്ച എന്താണെന്നറിയാമോ? എൻ്റെ പേരെന്താണെന്ന്. മൈ ഗോഷ്,
ആദ്യമേ പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങളിവിടെ ആദ്യം നമ്മളുടെ അധ്യക്ഷനും അതുപോലെ തന്നെ ഇവിടുത്തെ സാറ് പറഞ്ഞപ്പോഴും ശ്രദ്ധിച്ചില്ല. എൻ്റെ പേര് ഡോക്ടർ സജീവ് നായർ എന്നാണ് എൻ്റെ പേര്. ഓക്കെ, ഡോക്ടർ സജീവ് നായർ. ആദ്യമായിട്ടാണോ ക്ലാസ് എടുക്കുന്നത്? ഞാൻ ക്ലാസ് എടുക്കുന്നത് എത്രയോ, അതായത് MBAസിനും മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനും അതുപോലെ തന്നെ PhDക്കും ഒക്കെ ധാരാളം ക്ലാസ് എടുക്കുന്നുണ്ട്. പല കോളേജുകളിലെയും അഡ്വൈസറി ബോർഡിലുമുണ്ട്. ഞാൻ നിങ്ങളുടെ സ്റ്റാൻഡേർഡിലേക്ക് വരാൻ വേണ്ടിയായിട്ടാണ് സാധാരണ നമ്മളങ്ങനെ വരുന്നത്. ഞാൻ പലതരം മീൻസ് എൻജിനീയറിങ്ങിനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും ക്ലാസ് എടുക്കുന്ന ഒരു അധ്യാപകനും മാത്രമല്ല, ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന, ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടറാണ് ഞാൻ. മതിയോ? മതി. ഇനി എന്തെങ്കിലും ഉണ്ടോ? എത്ര കാലമായിട്ട് ക്ലാസ് എടുക്കുന്നു? എത്ര കാലമായിട്ട് ക്ലാസ് എടുക്കുന്നു? ഒരു 25 വർഷം, 25-30 വർഷം ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ക്ലാസ് എടുത്തിട്ട് ഇഷ്ടപ്പെട്ടോ? ക്ലാസ് എടുത്തത് ഇഷ്ടപ്പെട്ടോ? ആര് ക്ലാസ് എടുത്തത്? ഞാൻ. ക്ലാസ് എടുത്തത് ഇഷ്ടപ്പെട്ടോ? എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നത്. മോൻ തന്നെ പറയാം, ക്ലാസ് എടുത്തത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. ഇഷ്ടപ്പെട്ടു. കൈയടി പ്ലീസ്. സാറിൻ്റെ പേരെന്താ? ഇപ്പോഴേ സാറിൻ്റെ പേരെന്തരാ എന്ന് ചോദിക്കുകയാണ് പുള്ളി. ഇത്രയും സമയം അവിടെ ഇത് കേട്ടിട്ട് എൻ്റെ പേര് പറയൂ, എന്താണെന്ന്? ഡോക്ടർ സജീവ് നായർ. പറയൂ. ഡോക്ടർ സജീവ് നായർ. സജീവ് നായർ. ഡോക്ടർ അല്ല, ഡോക്ടർ. ഓക്കെ. സാറിന് അമ്മയുടെ പേരെന്തുവാ? സാർ അമ്മയുടെ പേര്? അമ്മയുടെ പേര്? എൻ്റെ അമ്മയുടെ പേര് കേട്ടോ, നല്ല ക്വസ്റ്റ്യനാണ്. ഇതേ വരെ ഞാൻ കേൾക്കാത്തതാണ്. ഒരു അദ്ദേഹം ചോദിക്കണം എൻ്റെ അമ്മയുടെ പേര്. ഞാൻ എൻ്റെ അമ്മയുടെ മാത്രമല്ല അച്ഛൻ്റെയും പേര് പറയാം. എൻ്റെ അമ്മയുടെ പേര് ജഗതമ്മ എന്നാണ് എൻ്റെ അമ്മയുടെ പേര്. എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ നായർ. ഓക്കെ, മിടുക്കൻ. ഓക്കെ. സാറിൻ്റെ അച്ഛൻ്റെ പേരെന്തുവാ? അയ്യോ, സാറിൻ്റെ അച്ഛൻ്റെ പേര് ഇത്രയും സമയം പറഞ്ഞ് കേട്ടില്ലേ മോൻ? എൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ നായർ കേട്ടോ. ഡോക്ടർ R. ജയചന്ദ്രൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N. ശ്രീകണ്ഠൻ നായർ എന്നിവർ സന്നിഹിതരായിരുന്നു. ബാലവേദിയുടെ സെക്രട്ടറി ശിവപ്രിയ നന്ദി പറഞ്ഞു. ഇന്ന് നമുക്കിവിടെ ക്ലാസ് എടുത്ത ഡോക്ടർ സജീവ് നായർ സാറിന് സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 21 ആരംഭിച്ച വായനാക്കളരി മെയ് 21 സമാപിക്കും.